കൊച്ചി പനങ്ങാടുകരയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കഴിഞ്ഞ 21-ാം തീയതി ഒരു അച്ഛനും അമ്മയും കൂടി വരികയാണ്. ഇവർക്കൊരു പരാതിയുണ്ട്. ഈ പരാതി കേട്ട പോലീസ് ഒന്ന് ഞെട്ടി. പരാതി ഇങ്ങനെയാണ്: ഈ മകൾ ഇവരുടെ മകൾ ഈ അമ്മയെ ഉപദ്രവിച്ചു. 70 വയസ്സുള്ള അമ്മേനാണ് ഉപദ്രവിച്ചത്. അപ്പോൾ ഈ പോലീസ് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മകൾ ഉപദ്രവിച്ചത്. അതാണ് പോലീസിനെ ഞെട്ടിച്ചത്. ഫേസ് ക്രീം മാറ്റി വെച്ചതിനാൽ അമ്മേനെ ദേഹോപദ്രവം നടന്നത് കമ്പിപ്പാര കൊണ്ട് ഉപദ്രവിച്ചു. ഈ അമ്മയുടെ വാരിയൽ ഒടിഞ്ഞു എന്നാണ് നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ ഇടയായിട്ട് ഇത്തരത്തിലുള്ള ന്യൂസ് വർദ്ധിച്ചു വരുന്നുണ്ട്. എന്താണ് ഈ ന്യൂസിൻ്റെ ബാക്കി വിശദാംശങ്ങൾ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇത്തരത്തിലുള്ള കേസുകൾ ഇപ്പോൾ കൂടി വരുന്നത്? എന്താണ് പറയുന്നത്? മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ കേട്ടത്. സ്വന്തം അമ്മയെ കമ്പിപ്പാര ഉപയോഗിച്ച് അടിച്ചിട്ട് നടു തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ ഫേസ് ക്രീം മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മളത് അന്വേഷിച്ചു. പനങ്ങാട് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. FIR പ്രകാരം ഈ സംഭവം വളരെ ചുരുക്കി പറയാം. അതായത് എറണാകുളം കുമ്പളം വില്ലേജിൽ പിന്നെ പനങ്ങാട് കരയിൽ തിട്ടയിൽ വീട്ടിൽ കുഞ്ഞുബാവയുടെ കുഞ്ഞുബാവയുടെ ഭാര്യ 70 വയസ്സുള്ള സരസുവിനെ സ്വന്തം മകൾ കമ്പിപ്പാര ഉപയോഗിച്ച് മർദ്ദിച്ച് വാരിയലിൽ തകർത്തു എന്നാണ് ആ ഒരു വാർത്ത വന്നത്. ഈ സംഭവം നടന്നത് 19-ാം തീയതിയാണ്. ഈ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത് 21-ാം തീയതിയാണ്. അതായത് ഒരു 1.5 ദിവസത്തിൻ്റെ വ്യത്യാസം. യഥാർത്ഥത്തിൽ 19-ാം തീയതി വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ തിട്ടയിൽ വീട്ടിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ മകൾ അമ്മയെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പിന്നീട് കൈകൊണ്ട് മർദ്ദിക്കുകയും തൊട്ടടുത്ത് കിടന്ന ഒരു കമ്പിവടി ഉപയോഗിച്ചിട്ട് കൈ അടിച്ച്, നല്ല പരിക്കുണ്ട് ആ സ്ത്രീക്ക്, കൈക്കടിക്കുക, കാലിനടിക്കുക. അമ്മ വീണുപോയി, നിലത്ത് വീണുപോയി. 70 വയസ്സുണ്ട് അവർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അവർക്ക് 2 പെൺമക്കളാണ്. രണ്ടാമത്തെ മകളാണ് ഈ നിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി. ആദ്യത്തെ മകൾ ഭർത്താവിനോടൊപ്പം താമസിക്കുന്നു. നിവ്യ ഭർത്താവിനോട് അകന്നു കഴിയുകയാണ്. നിവ്യ കൂടെ ആരുമില്ല. അടിച്ച് അങ്ങ് വീഴ്ത്തി. അടിച്ചത് നെഞ്ചിനാണ്. ആ നെഞ്ചിലടിച്ച അടിക്കാണ് വാരിയല് പൊട്ടിപ്പോയത്. അപ്പോൾ അടിയൊന്ന് ആലോചിച്ച് നോക്കിയേ. 30 വയസ്സുള്ളൊരു സ്ത്രീ, അത് സ്വന്തം അമ്മയെ, 70 വയസ്സുള്ളൊരു അമ്മയെ കമ്പിപ്പാര ഉപയോഗിച്ച് അടിച്ച അടിക്ക് ആ സ്ത്രീയുടെ വാരിയല് പൊട്ടിപ്പോയി എന്നുള്ളതാണ്. ഇതൊരു മകൾ തന്നെയാണോ എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ. നമുക്കും അത് തന്നെ, ഒരു മകൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അമ്മയോട് ചെയ്യാൻ പറ്റുമോ? സാധാരണ നമുക്ക് അമ്മമാരൊക്കെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോഴാണ് ഒരു മകൾ അമ്മേനെ ഇതുപോലെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ന്യൂസൊക്കെ പുറത്തു വരുന്നത്. അതെ 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 അതെ. ഇപ്പോൾ വിദേശത്തുള്ള മക്കളൊക്കെ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. ഇവിടെ വല്ലാത്തൊരു വാർത്തയായിരുന്നു. ഇന്നത്തെ പ്രഭാതത്തെ നശിപ്പിച്ചൊരു വാർത്ത, നമ്മളെയൊക്കെ പ്രഭാതത്തെ നശിപ്പിച്ചൊരു വാർത്ത എന്ന് തന്നെ ഇതിന് പറയാം. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്ഥിരം പ്രശ്നക്കാരിയാണ് അവർ. അവരെ അയൽവാസികളിലൊക്കെ പറയുന്നത് സ്ഥിരം പ്രശ്നക്കാരിയാണ് നിവ്യ എന്നുള്ളതാണ്. ഈ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരും ഇത് ഒരു ആക്രമണ കേസ്, പിന്നീട് ഒരു വൃദ്ധയായ സ്ത്രീയെ മകൾ അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അതൊരു ക്രിമിനൽ കേസ്, അങ്ങനെ ആ തരത്തിലെത്തി. കമ്പിപ്പാര കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ സീനൊന്നും മാറി. പിന്നീട് പോലീസുകാർ ഈ സ്ത്രീയുടെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഇവരൊരു കടുത്ത കുറ്റവാളിയാണ്. സ്ഥിരം കേസുകളിലെ പ്രതിയാണ്. കൊലപാതക കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, കഞ്ചാവ് കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താ അവസ്ഥ എന്നറിയോ? ഗുണ്ടാ ആക്ട് പ്രയോഗിച്ച് കടുത്ത വകുപ്പുകൾ ചുമത്തി ഈ സ്ത്രീയെ പൂട്ടാനൊരുങ്ങുകയാണ് കേരള പോലീസ്. അത്രയ്ക്കൊരു ക്രിമിനൽ മെൻറ്റാലിറ്റി, ആ ഒരു മൈൻഡാണല്ലോ അവർക്ക്, ആ സ്ത്രീക്കുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ഈ സംഭവം കഴിഞ്ഞിട്ടേ 19-ാം തീയതി വൈകിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 19-ാം തീയതി വൈകുന്നേരമാണ് 6 മണിയോടുകൂടി ഈ സംഭവം സംഭവിക്കുന്നു. സ്വാഭാവികം ഒരു അമ്മയാണ് മകൾ. ഇനി പോലീസിലൊക്കെ പോയാൽ അല്ലെങ്കിൽ പുറത്തറിയാതിരിക്കാൻ സ്ത്രീ ശ്രമിച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലായി. 19-ാം തീയതി കഴിഞ്ഞ് 20-ാം തീയതി കഴിഞ്ഞ് 21-ാം തീയതി ഉച്ചയ്ക്ക് 2:45 പോലീസ് സ്റ്റേഷനിൽ ഈ കേസെത്തുന്നത്. ആ സ്ത്രീ അവിടെ വേദന സഹിച്ച് കിടന്നു. ഈ സരസു എന്ന് പറയുന്ന സ്ത്രീ ഒരു തൊഴിലുറപ്പിന് പോകുന്ന സാധാരണ സ്ത്രീയാണ്. സ്വാഭാവികം നമുക്കറിയാം, തൊഴിലുറപ്പിനൊക്കെ പോകുന്നതുകൊണ്ട് ഈ അമ്മമാരെ കൂട്ടായ്മയോ വാട്സാപ്പോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് അന്വേഷിക്കുമല്ലോ. അത്തരത്തിലൊരു അന്വേഷണത്തിലാണ് ഈ സ്ത്രീ ഇങ്ങനെ മർദ്ദനമേറ്റ് കിടക്കുന്നു എന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. നാട്ടുകാരാണ് ഇവർ ആശുപത്രിയിൽ എത്തിക്കുന്നതും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ നിർബന്ധിക്കുന്നതും. അങ്ങനെ മനസ്സോടെ ആയിരിക്കും, സ്വന്തം മകൾക്കെതിരെ അമ്മ അങ്ങനെ ചെയ്യില്ല എങ്കിലും മനസ്സോടെ ആയിരിക്കും ആ കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ അത് പുറംലോകം അറിഞ്ഞു. ഇങ്ങനെ എത്ര നിരവധി സംഭവങ്ങൾ പുറംലോകം അറിയാതെ കിടക്കുന്നുണ്ട്. ഇതിനൊക്കെ നേരത്തെ ചോദിച്ചപ്പോഴേ വലിയ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഈ കഞ്ചാവും MDMA പോലുള്ള മയക്കുമരുന്നുകളൊക്കെ, പ്രത്യേകിച്ച് ഈ സ്ത്രീ നവ്യ എന്ന് പറഞ്ഞ സ്ത്രീയെ ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്യുന്നത് 60 കിലോ കഞ്ചാവ് കൊണ്ടാണ്. ചെറിയ കളിയൊന്നുമല്ല, ഗ്രാമം ഇതൊന്നുമല്ല.
60 കിലോ കഞ്ചാവ് അറിയാലോ വിപണനത്തിന് വേണ്ടി കൊണ്ടുവന്നു. കൊടും ക്രിമിനലാണ് ഇവരിതിൻ്റെയൊക്കെ ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ്. കൊലപാതക കേസിലുണ്ട്, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കേസിലുണ്ട്. ഈ അമ്മയും മകളുമായിട്ട് പിന്നീട് അന്വേഷിച്ചപ്പോൾ അമ്മയും മകളുമായിട്ട് സ്ഥിരം വഴക്കാണ് ആ വീട്ടിൽ. സ്ഥിരം വഴക്കാണ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഫേസ് ക്രീമോ അങ്ങനെ എന്തോ ഒരു മേക്കപ്പ് സാധനം എടുത്ത് മാറ്റി വെച്ചു എന്നുള്ളതാണ്. ഒരു നോർമൽ ഒരാളെ ഒരു അമ്മയെ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുമോ? ഇത് എന്തെങ്കിലും ലഹരിയുടെ ഒക്കെ പിടിയിലാണ്. നമ്മൾ വെറുതെ അങ്ങ് ആരോപിക്കില്ല. നമുക്ക് അങ്ങനെ പോലീസ് പുറത്ത് വിവരം വിട്ടിട്ടില്ല. പക്ഷേ ബുദ്ധി നോർമലായ ഒരു സ്ത്രീ ഒരു അമ്മയെ അല്ലെങ്കിൽ ഒരു മകൻ അമ്മയെ ഒരു മകൾ അമ്മയെ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അത് വളരെ പൈശാചികമായൊരു ഇൻസിഡൻ്റ് ആയിപ്പോയി എന്ന് വേണം പറയാൻ. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പിന്നെ പനങ്ങാട് SI ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പനങ്ങാട് SI ആയിട്ടുള്ള എം മുനീറാണ് ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത നടപടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുണ്ട ആക്ട് ചുമത്തുന്ന അടക്കമുള്ള കടുത്ത നടപടികൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. ഈ ഒരു കുറച്ച് കാലം മുന്നേ വരെ ഇപ്പോൾ ഈ ആൺകുട്ടികൾ ഇങ്ങനെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന പറഞ്ഞ ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നും ഒരു മകൾ അമ്മയെ ഉപദ്രവിച്ചു, ഇതുപോലെ അത് നിസ്സാര കാര്യത്തിന് ഉപദ്രവിച്ചതുള്ള കേസൊക്കെ പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരെ അല്ല പുറത്തു കൊണ്ടുവരണ്ട, ഇവരെ പുറത്തു കൊണ്ടുവരണം. ഇവർ ഈ ഡീലേഴ്സ് ഉണ്ടല്ലോ, ഇത് കിട്ടുന്ന ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് എത്തുന്നില്ല പോലീസ്. അതെ. അപ്പം അഞ്ജന പറഞ്ഞതുപോലെ ഈ കഞ്ചാവിനും മയക്കുമരുന്നിനും ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും വ്യത്യാസമില്ലാന്നേ. ഇതൊക്കെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ വേറെ ആയിരിക്കും. നമ്മളെ ചിന്താഗതികളൊക്കെ വേറെ തലത്തിലൊക്കെയാണ് സഞ്ചരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിലൊന്നും ഇങ്ങനത്തുള്ള സംഭവങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് കൊച്ചിയെ പോലൊരു നഗരത്തിൽ, കൊച്ചി കുറ്റം പറയല്ല, കൊച്ചിയെ പോലൊരു നഗരത്തിൽ ഇതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ വളരെ കൂടുതലാണ്. നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരും നർക്കോട്ടിക് സെല്ലും ഒക്കെ ഇതിൻ്റെ പുറകെ ഉണ്ടെങ്കിൽ കൂടിയും ഈ നഗരപ്രദേശങ്ങളിൽ ഇത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഞാൻ പറയാം, പനങ്ങാട് പോലൊരു സ്ഥലം, പനങ്ങാട് അറിയാം, ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചതുപ്പ് നിലങ്ങൾ, കൊച്ചി ബൈപ്പാസ് പോകുന്ന ഔട്ടർ സ്കേർട്സാണ് ഈ പനങ്ങാട് പ്രദേശം. എനിക്ക് തോന്നുന്നു വൈറ്റിലയിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ദൂരത്തിലാണ്. അതായത് കൊച്ചി നഗരത്തിൻ്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ്, പക്ഷേ കൊച്ചി അതിൻ്റെ ഔട്ടർ സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ചതുപ്പ് നിലങ്ങൾ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ ഒരു അകത്ത് പോയി 1, 2, 3, 4 ആൾക്കാരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പുറം ലോകത്തിന് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ആ ഭൂപ്രദേശം അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും കൊച്ചി നഗരത്തിൻ്റെ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ കേന്ദ്രീകരിക്കാൻ എല്ലാ വളക്കൂറുമുള്ളൊരു സ്ഥലമാണ് പനങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലം. അതുകൊണ്ട് ആ ഭാഗത്ത് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥിരം തലവേദന അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പോലീസുകാർക്കൊക്കെ സ്ഥിരം തലവേദന, അവർക്കൊന്നും വിശ്രമിക്കാൻ സാധിക്കാത്ത തരത്തിലൊക്കെയാണ് അവിടുത്തെ കേസ് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. നേരത്തെ എനിക്ക് തോന്നുന്നത് കുറച്ച് മാസങ്ങൾക്കോ ഒരു വർഷങ്ങൾക്കോ മുമ്പാണ് ഒരു കേസ് അവിടെ എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്ന ഒരു വാർത്ത വായിച്ച് ഇന്നും മനസ്സിൽ നിന്ന് മറന്നിട്ടില്ല. ഒരു 4-5 ചെറുപ്പക്കാർ കൂടിയിട്ട് ഒരു സുഹൃത്തിനെ അടിച്ചു കൊന്ന്, ചതുപ്പ് പ്രദേശമാണ്, ചവിട്ടി താത്തി, അതുമാത്രമല്ല അതിൻ്റെ മുകളിലൊരു കല്ലും എടുത്തു വെച്ചു. എന്ത് വൃത്തികെട്ട മെൻറ്റാലിറ്റിയാണ്, എന്ത് ക്രിമിനൽ മൈൻഡാണ് അതൊക്കെ. അതേപോലുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അതേപോലെ കഴിഞ്ഞ മാസം വന്ന നവംബർ ഡിസംബർ ഈ വർഷാവസാനം വന്ന വാർത്തയാണ്. അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ, ലക്ഷറി കാറുകൾ മാത്രമാണ് അവർ മോഷ്ടിക്കുക. അത് മോഷ്ടിച്ച് അത് മറിച്ച് വിൽപ്പന നടത്തുന്ന അത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയുള്ള പിന്നെ സംഘത്തെ അവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വാടക വീടുകളൊക്കെ വില കുറഞ്ഞ് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ കൊച്ചിയിൽ താമസിക്കുന്ന നമ്മളെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാർക്കറിയാം നഗരപ്രദേശത്തൊക്കെ വാടക കൂടുതലാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഔട്ടർ സ്കേർട്സിലൊക്കെ ആൾക്കാർ പോയി താമസിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് വീടുകൾ ലഭിക്കാൻ കുറച്ചുകൂടി ഈസിയുള്ള സ്ഥലമാണ് പനങ്ങാട്. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വാടക വീടുകൾ ആൾക്കാർ പോയി വാടകയ്ക്ക് എടുക്കുകയും അത് കേന്ദ്രീകരിച്ച് കിലോ കണക്കിന് മയക്കുമരുന്നുകൾ, കഞ്ചാവും MDMA അതേപോലുള്ള മയക്കുമരുന്നുകൾ സൂക്ഷിച്ച് വയ്ക്കുന്ന കേസുകളും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ പ്രാദേശികമായൊരു പ്രത്യേകതയും അങ്ങനെ ഒരു ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് വളക്കൂറ് നൽകുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എടുത്ത് പറയാമല്ലേ, പ്രദേശം എന്താവട്ടെ എവിടെ ചെന്നാലും, പക്ഷേ മനുഷ്യൻ ഈ മയക്കുമരുന്ന് അടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ നിബിയെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടിക്കാലം മുതലേ വളരെ കഷ്ടപ്പെട്ട്, ഞാൻ പറഞ്ഞല്ലോ അവരൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. പിന്നെ അച്ഛനും വയസ്സായിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലം 2 പെൺമക്കളാണ്. അതിൽ ചെറിയ പെൺകുട്ടിയാണ്, ഏറ്റവും വാത്സല്യത്തോടെ ഏറ്റവും അരുമയായി വളർത്തിയൊരു മകളായിരിക്കാം.
അവർ ഭർത്താവുമായി അകന്നു കഴിയുകയാണ്. എങ്കിൽ കൂടിയൊക്കെ ഈ ഈ വന്ധ്യവയോധികരായ മാതാപിതാക്കൾക്ക് തണലാവേണ്ട ഒരു മകൾ അല്ലെങ്കിൽ മക്കളൊക്കെ ഇത്തരത്തിൽ അവർക്ക് വേണമെങ്കിൽ ഉപേക്ഷിക്കുക. എന്തിനാണ് ഈ മർദ്ദിക്കുന്നതും അത് ക്രൂരമായി ഒരു കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെ ആണ് ഇത്തരത്തിൽ മർദ്ദിക്കുക. അത് വായിൽ അവിടെ നാട്ടുകാരോട് സംസാരിച്ചാൽ അറിയാം. നമ്മൾ അന്വേഷിച്ചപ്പോൾ വായിൽ തോന്നിയ തെറികളൊക്കെ വിളിച്ചുകൊണ്ടാണ് ഈ മർദ്ദനം നടക്കുന്നത് അവിടെ. എന്നിട്ടും അമ്മ മിണ്ടിയില്ല. അമ്മ വീട്ടിൽ കിടന്ന് കരഞ്ഞു. ആ രാത്രി മുഴുവൻ വേദന സഹിച്ച് ആ രാത്രി തള്ളി നീക്കി. പിറ്റേ ദിവസവും ഒരു പകൽ കഴിഞ്ഞു പോയി. അതിന് പിറ്റേ ദിവസമൊക്കെയാണെന്ന് തോന്നുന്നു, ആ രാത്രിയോട് കൂടിയൊക്കെയാണെന്ന് തോന്നുന്നു, സഹപ്രവർത്തകരായ തൊഴിലാളികളൊക്കെ ചേച്ചിക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരികയും ഈ ഒരു ദാരുണമായ സീൻ കാണുകയും ചെയ്തു. പിന്നീട് പതുക്കെ നാട്ടുകാരറിഞ്ഞു. ആശുപത്രിയിലെത്തിയില്ല. 2 ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും പരിസ്ഥിതി. ഈ സ്ത്രീ എന്നിട്ട് ചെയ്താൽ എന്താണെന്നറിയോ? അമ്മ കേസ് കൊടുക്കുമെന്ന് മനസ്സിലായ ആ സെക്കൻഡിൽ മുങ്ങി. വയനാട്ടിലേക്കാണ് മുങ്ങിയത്. വയനാട് മാനന്തവാടിയിലേക്കാണ് മുങ്ങിയത്. അവിടെ പോയിട്ടാണ് പനങ്ങാട് പോലീസ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് 10 വയസ്സുള്ളൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. സ്വന്തം കുട്ടിയൊന്നുമല്ല, 10 വയസ്സുള്ളൊരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു എന്നറിയുന്നു. അതിനി വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ള പോലീസിൻ്റെ അന്വേഷണം ഇനി വരണം. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. പോലീസ് ശക്തമായ നടപടിയെടുക്കട്ടെ. മയക്കുമരുന്നിനെയും ഈ മദ്യത്തെയും ഒക്കെ സമൂഹത്തിൽ നിന്ന് 100% തുടച്ചു നീക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ കൂടി ഒരു ഭയം ആൾക്കാരുടെ മനസ്സിലുണ്ടാവട്ടെ. ഒപ്പം തന്നെ ഒരു അവബോധം സൃഷ്ടിക്കപ്പെടട്ടെ. ഇതൊക്കെ അടിച്ചു കയറ്റിയാൽ നമ്മളല്ലാതെയായി മാറി നമ്മളല്ലാത്ത പ്രവർത്തികൾ ചെയ്യുമെന്ന് എല്ലാവരും മനസ്സിലാക്കിയ വളരെ നല്ലത്.